നമുക്ക് എല്ലാവർക്കും കാണും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് നടന്ന് വഴി തെറ്റിക്കുന്നു എന്ന് നമ്മുടെ വീട്ടുകാർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു സൗഹൃദം. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകൂടുമ്പോൾ കൂടുതൽ കിട്ടുന്നു. അത് കാരണം ഞാനിവളെ കൂടെ കൊണ്ട് കിടക്കുകയാണ്. ഒരു ദിവസം അവൾ എന്നെ വിളിച്ച്, അപ്പൊ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു, അമ്പലത്തിൽ അന്നദാനത്തിന് പോയാലോ? ഞാനും പറഞ്ഞു പോവാം. അങ്ങനെ ആദ്യ പന്തിയിൽ തന്നെ ആദ്യ സീറ്റിൽ ആദ്യം ചെന്നിരുന്ന് ആദ്യം ഉപ്പ് വിളമ്പാൻ വന്ന ചേട്ടൻ എന്നോടൊരു ചോദ്യം, ആരാണു നീ, ആരാണു നീ? നോബി ചേട്ടാ, ഞാനങ്ങനെ അഡ്രസ് ഇല്ലാത്ത വീട്ടിലെ കുട്ടിയൊന്നുമല്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പർ അടക്കം സകല ഡീറ്റെയിൽസും കൊടുത്തു. 5 മിനിറ്റിനുള്ളിൽ എൻ്റെ അച്ഛൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. വീടെത്തുന്നത് വരെ വകുപ്പ് എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ആരോ പറയുന്നത് കേട്ടു, വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ ചെന്നത്രേ. ഞാൻ തീരുമാനിച്ചു, ഇല്ല, നിർത്തി. ഇനി അവള് വിളിക്കുന്ന സമയത്ത് ഞാൻ ഫ്രീ ആവൂല. പിറ്റേ ദിവസം അവള് വിളിച്ചു, എടി 12 മണിക്ക് നീ ഇല്ലത്ത് വരണം. ഞാൻ 12 മണിക്ക് ഇല്ലത്ത് എത്തുമ്പോ എന്താ കഥ, 2 തേങ്ങയും പിടിച്ച് അവള് നിൽക്കുക. എന്നിട്ട് എന്നോടൊരു ചോദ്യം, ചമ്മന്തി അരയ്ക്കാൻ തേങ്ങ വേണോന്ന്. ചമ്മന്തി അല്ലേ ചേട്ടാ, തേങ്ങ അരച്ച പുളിക്കും. ഞാൻ തേങ്ങയും വാങ്ങി തിരിഞ്ഞ് നടക്കുമ്പോണ്ട് ഒരു പിൻവിളി, ആരാന്നാ? ഈ തേങ്ങയുടെ തെങ്ങിന്റെ പറമ്പിലെ വീടിന്റെ ഉടമസ്ഥൻ. എന്നോടൊരു ചോദ്യം, സുരേന്ദ്രൻ മാഷ്ട വീട്ടിൽ ഇത്ര ഗതികേടോന്ന്. 5 മിനിറ്റിനുള്ളില് എൻ്റെ അച്ഛൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. വീടെത്തുന്നത് വരെ വകുപ്പ് എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ കുടുംബശ്രീയിലെ ചേച്ചിമാര് പറയണ കേട്ടു, തേങ്ങ മോഷണം അത്രേ. അതോടെ ഞാൻ തീരുമാനിച്ചു, ഇനിയില്ല, നിർത്തി. ഇനി അവള് വിളിക്കുമ്പോ ഞാൻ ഫോണേ എടുക്കണില്ല. ഫോൺ എടുത്താലല്ലേ പ്രശ്നമുള്ളൂ. ഫോണേ എടുക്കണില്ല. അതിൽ പിന്നെ അവൾ എന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ നേരിട്ട് വന്ന് കയ്യിൽ 1 കിലോ മത്തി. എന്നിട്ട് ടിൻചേട്ടൻ എന്നോട് ചോദിക്കണേ, മത്തിക്കറിയിലിടാൻ മാങ്ങ വേണമെന്ന്. മത്തിക്കറിയല്ലേ, വാങ്ങിട്ട് വെച്ചാൽ പൊളിക്കും. എന്താണ് ഷായിച്ചന്റെ അഭിപ്രായം? പിന്നെ അതാണ് എന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. പ്രലോഭനങ്ങൾ അടിമപ്പെട്ടു പോയതാണ് ഇതുപോലെ. ഞാൻ ഇറങ്ങിച്ചെന്നപ്പോ മാവും മാങ്ങയും തോട്ടിയൊക്കെ റെഡി. അവള് പറഞ്ഞ്, എടി നീ സെന്ററിൽ പിടിച്ച് വലിച്ചോ, ഞാൻ അറ്റത്ത് പിടിച്ച് വലിച്ചോളാം. സംഭവം വലിച്ചു, മാങ്ങ വീണ് അവള് മാങ്ങെടുത്തോണ്ട് ഓടി. എനിക്കുണ്ടാ ഓടാൻ അറിയണ്, അല്ലെങ്കിൽ തന്നെ എന്തിനോടണം. പക്ഷേ ഏകലവ്യം പറഞ്ഞ പോലെ ഞാൻ ആ മാവും മാങ്ങയും മാത്രമേ കണ്ടുള്ളൂ. ആ മാങ്ങയുടെ മാവിന്റെ പറമ്പിലെ വീടിന്റെ ഉടമസ്ഥൻ എന്നോടൊരു ചോദ്യം, സുരേന്ദ്രൻ മാഷക്ക് ഇങ്ങനെയൊരു മോളോന്ന്. 5 മിനിറ്റ്, 5 മിനിറ്റ് പതിവ് പോലെ എൻ്റെ അച്ഛൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഇത്തവണ എനിക്ക് വകുപ്പ് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ എന്താ വകുപ്പെന്ന്? മാങ്ങാമോഷണം. ഞാനും വിചാരിച്ചത് അതാണ്. പക്ഷെ സംഗതി മാറിപ്പോയി. ആ മാങ്ങ വീണേൻ്റെ ഒപ്പേ മാവിന്റെ ഒരു പീസും കൂടി വീണായിരുന്നു. ഈ പീസ് എന്ന് വീണതേ അവരുടെ ഷീറ്റ് വലിച്ചെട്ടിയ ശൗചാലയത്തിന്റെ മണ്ടയിലാണ്. 90 കഴിഞ്ഞിട്ടും കാലനെ പറ്റിച്ച് ശൗചാലയത്തിൽ ഒളിച്ചിരിക്കുന്ന അമ്മച്ചിയുടെ നെറ്റത്ത് ഒരു 8 സ്റ്റിച്ച് ജസ്റ്റ് മിസ്, തലയെ കൊള്ളേണ്ടത് നെറ്റത്തുകൊണ്ട്. അവിടെയും ഞാൻ തീരുമാനിച്ചു, ഇല്ല. കാരണം നിസ്സാരമായി പോകാവുന്നൊരു മാങ്ങാമോഷണം അത് ഒരു കൊലപാതക കേസിൽ കൊണ്ടെത്തിച്ചോളണം അവളാണ് എൻ്റെ ഹീറോ. ഞാൻ വിചാരിച്ചു, ഇനിയില്ല, ഇനി ഒരു കുരുത്തക്കേടിനും അവളുടെ ഒപ്പം ഞാൻ ഇറങ്ങി പുറപ്പെടൂല. തീരുമാനിച്ച സുരേന്ദ്രൻ മാഷ്ട മോളാണ് ഞാൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവള് പിന്നെയും വന്ന്. പക്ഷെ അതുവരെ കണ്ട അവളായിരുന്നില്ല കേട്ടോ അത്. അവള് പറഞ്ഞെൻ്റെ അടുത്ത്, മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ഞാനും വിശ്വസിച്ചു പോയി. അവളുടെ മനസ്സുകൊണ്ടുള്ള ആ ഒരു കുറ്റബോധത്തിന്റെ കുമ്പസാരത്തിന്റെ കുണ്ഠിതപ്പെടലായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അവൾ നന്നായതിന്റെ ഭാഗമായിട്ട് അത്തവണത്തെ വിഷു ഞങ്ങൾ ഗംഭീരാക്കാൻ തീരുമാനിച്ച് കൂട്ടുകാരന്റെ വീട്ടിൽ പോയി ഞങ്ങൾ ചറവറ പടക്കം പൊട്ടിക്കാൻ തീരുമാനിച്ചു. ഞാനന്നും നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യയായ 5 അടി നീളമുള്ള വടിയുടെ അറ്റത്ത് ഒരു ഓലപ്പടക്കം കുത്തിവെച്ച് മുഖം തിരിച്ച് കണ്ണടച്ച് ചെവി പൊത്തിയാണ് പടക്കം പൊട്ടിച്ചിരുന്നത്. അതിൽ നിന്ന് എന്ത് സുഖമാണ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞൂടാ. കാരണം പടക്കം പൊട്ടി ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എല്ലാം ഒരു വിശ്വാസമല്ലേ നോബി ചേട്ടാ, അതും ഒരു വിശ്വാസം. പക്ഷെ അവൾ അങ്ങനെയല്ല, പാടത്ത് വിത്തെറിയണ പോലെയാണ് ഓലപ്പടക്കം എറിഞ്ഞ് പൊട്ടിക്കണത്. കണ്ടിട്ട് കുതിയായിപ്പോയി എനിക്ക്. എല്ലാം കത്തി തീരാറായി. അവസാനമായപ്പോൾ അവൾക്കൊരു ശങ്ക. ഒരു 2 ഓലപ്പടക്കം എൻ്റെ കൈ തന്നിട്ട് അവൾ പറഞ്ഞു, എടി ഇത് അവസാനത്തേതാണ്, നീ ഇത് കൈ സൂക്ഷിക്കണം, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഒന്നിനു പോയി അവൾ തിരിച്ചെത്തും മുമ്പ് 101 വീട്ടിന്റെ മുറ്റത്തെത്തി. അതായത് ഇവളെറിഞ്ഞ വിത്ത് മുഴുവൻ ചെന്ന് വീണത് അവരുടെ ചായ്പിലായിരുന്നു. നിന്നങ്ങ് കത്തി. അപ്പോഴും അവൾ എൻ്റെ തന്നിട്ട് പോയ 2 ഓലപ്പടക്കം ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത്. തൊണ്ടി മുതൽ ഞാനും ഫയർഫോഴ്സിന്റെ കസ്റ്റഡിയിൽ. 5 മിനിറ്റ് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഫയർഫോഴ്സ് വന്ന് എന്നെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി. അല്ലെങ്കിലും എനിക്ക് എൻ്റെ അച്ഛനുണ്ടല്ലോ, എനിക്ക് എൻ്റെ അച്ഛൻ മാത്രം മതി. കിട്ടിയായിരുന്നു ഒന്ന്. കുറ്റം പറയാൻ പറ്റൂല, എത്രാന്ന് വെച്ച് സഹിക്കും. മുള്ളാൻ പോയ അവള് മുങ്ങാൻ പോയതാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. അപ്പൊ എന്തായാലും മാൻഡ്രേക്ക് പോലെ അവൾ എൻ്റെ കൂടെയുണ്ട്. ഇപ്പോഴാണ് എൻ്റെ മുത്തശ്ശി പറഞ്ഞത് കറക്റ്റായത്. കൂട്ടുകൂടിയാ കൂടുതൽ കിട്ടും, ഇനിയും കിട്ടും.
എന്തായാലും സാരമില്ല, ഇന്നത്തെ ഒരു ദിവസം എനിക്ക് അവളോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. സഹോദരി മാപ്പ്, കേരളം നിന്നോട് പൊറുക്കട്ടെ, നീ എന്നോട്. താങ്ക് യു.